നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നു. ഇന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് സലീം മാലിക് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. സലീം, ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് തിരുവനന്തപുരത്ത് നിന്നും തെക്കൻ കേരളത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്ന വാർത്തകൾ? സലീം. ഉന്മേഷ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. പുതുവർഷമായിട്ടും വാർത്താ സമ്പന്നമായ ഒരു ദിനം തന്നെയാണ് ഇന്ന് നമ്മൾ തിരുവനന്തപുരത്ത് പ്രതീക്ഷിക്കുന്നത്. നിരവധി വാർത്തകൾ, നിരവധി ഹാപ്പനിങ്സുകൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. ഇന്നും അതിൻ്റെ വാർത്താ തുടർച്ചകളെല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ്. അന്വേഷണം ഏറ്റവും അവസാന ലാപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം ഏറ്റവും അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഏറ്റവും കുറച്ചുകൂടി പ്രധാനികളെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് നിലവിൽ അന്വേഷണ സംഘം ആലോചിക്കുന്നത്. അതിൽ തന്നെ UDF കൺവീനർ അടൂർ പ്രകാശിനെ മൊഴി രേഖപ്പെടുത്താൻ ഉടൻ തന്നെ വിളിക്കുമെന്നാണ് അറിയുന്നത്. പക്ഷേ അത് എന്ന കാര്യത്തിൽ SIT സ്ഥിരീകരിച്ചിട്ടില്ല. ഇതുവരെയും അടൂർ പ്രകാശിന് നോട്ടീസും ലഭിച്ചിട്ടില്ല. ഈ നോട്ടീസ് വളരെ വേഗത്തിൽ തന്നെ അയക്കാനാണ് നിലവിൽ നീക്കം അന്വേഷണ സംഘത്തിന്റെ നീക്കം. പ്രത്യേക അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നത് സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണാൻ എന്തിനു പോയി, ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം സോണിയാഗാന്ധിയെ കാണാൻ എന്തിനു പോയി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. മാത്രമല്ല, അടുപ്പം എത്ര കാലം മുതൽ തുടങ്ങിയതാണ് എന്നതുൾപ്പെടെയുള്ള ഇരുവരും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ SIT ചോദിച്ചറിയുക. അതിനിടയിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഫേസ്ബുക്കിലൂടെ ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായ വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പകൽ വെളിച്ചത്തിൽ തന്റെ MLA ബോർഡ് വെച്ച കാറിലാണ് പോയത്. അതിനുശേഷം പ്രചരിക്കുന്നതെല്ലാം അവാസ്തവങ്ങളായ കാര്യങ്ങളാണ്. തന്റെ മൊഴി എന്ന പേരിൽ പ്രചരിക്കുന്നതുൾപ്പെടെ അവാസ്തവമാണ് എന്നത് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നു. വീണ്ടും നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്ത ശേഷം കടകംപള്ളി സുരേന്ദ്രനെയും വീണ്ടും വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനിടയിൽ തൊണ്ടി മുതൽ എവിടെ എന്നതുൾപ്പെടെയുള്ള അന്വേഷണമാണ് നിലവിൽ അന്വേഷണ സംഘം നടത്തുന്നത്. വളരെ വേഗത്തിൽ തന്നെ കേസിന്റെ അന്വേഷണ കാലാവധി അവസാനിക്കാനിരിക്കെ വളരെ വേഗത്തിൽ ഈ തീരുമാനങ്ങൾ ഒരു തൊണ്ടി മുതൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കുകയും അതിലൊരു തീരുമാനമെടുക്കുകയും എന്നുള്ളതാണ് SIT ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കഴിഞ്ഞ 2 ദിവസമായി ഡെവലപ്പ് ചെയ്ത കോർപ്പറേഷനും KSRTCയും തമ്മിലുള്ള തർക്കമാണ്. ഈ ബസ് വിവാദത്തിൽ നിലവിൽ കോർപ്പറേഷൻ KSRTCക്ക് വാങ്ങി നൽകിയ 113 ബസ്സിനെ ചൊല്ലിയുള്ള തർക്കമാണ്. അത് വേണമെങ്കിൽ തിരികെ എടുത്തോളൂ എന്നുള്ളതാണ് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ സ്വീകരിച്ച നിലപാട്. എന്നാൽ അതിന്റെ 5 വർഷത്തെ കാലാവധിയും അതിന്റെ നല്ല കാലവും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ബസ് തങ്ങൾക്ക് തിരികെ വേണ്ട എന്നും ഈ വിഷയത്തിൽ കരാർ പാലിച്ചാൽ മതി എന്നുള്ളതുമാണ് കോർപ്പറേഷന്റെ നിലപാട്. അതിൽ നിലപാട് കൂടുതൽ കടുപ്പിക്കുക എന്നുള്ളതാണ് കോർപ്പറേഷൻ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായി തൊട്ടടുത്ത കൗൺസിലിൽ തന്നെ ഇക്കാര്യം ഉന്നയിക്കുകയും ഇടത് കൗൺസിലർമാരുടെ ഉൾപ്പെടെ അഭിപ്രായം ഈ വിഷയത്തിൽ എന്ത് എന്നതുൾപ്പെടെ ആരായുകയും ചെയ്യും. കാരണം ഈ കരാറുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ പരിധിയിൽ തന്നെ ഓടിയാൽ മതി എന്നുള്ളത് കരാർ വ്യവസ്ഥയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് BJP നേതാക്കളും നഗരസഭാ അധ്യക്ഷനായ VV രാജേഷുമൊക്കെ നിലപാടെടുത്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവാദം വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. CPI നിലവിൽ കടുത്ത നിലപാട്, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ കടുത്ത നിലപാടെടുത്തിരിക്കുന്നു. അത് ഈ ജില്ലാ കമ്മിറ്റികൾ ഉൾപ്പെടെ വിമർശനം നേരിട്ടതിന് പിന്നാലെയാണ് ബിനോയ് വിശ്വം അത്തരത്തിലൊരു നിലപാടെടുക്കാൻ നിർബന്ധിതമായത്. ഈ സംസ്ഥാന കമ്മിറ്റിയിലും ഒപ്പം തന്നെ ജില്ലാ കമ്മിറ്റിയിലുമൊക്കെ പേരെടുത്ത് പറയാതെയായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ വിമർശനം. അതിന് പിന്നാലെ പല അംഗങ്ങളും വെള്ളാപ്പള്ളി നടേശന്റെ പേരെടുത്ത് പറയാൻ പേടിയാണോ എന്നുള്ളതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം രൂക്ഷമായി CPIക്കെതിരെ വിമർശനം നടത്തിക്കൊണ്ടായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയത്. ഇതിന്റെ കൂടി ഭാഗമായാണ് തിരികെ CPI വലിയ ഭാഷയിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ നിലപാടെടുക്കുകയും ചെയ്തിരിക്കുന്നത്. അതിന്റെ തുടർ വാർത്തകളും ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ശരി, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.